ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് കുറേ പേർക്കുള്ള സംശയമാണ്. WH വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ രീതിയിലാണ് സെന്റൻസ് വരിക എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ WH വരെ കുറേ വേർഡ്സ് ഉണ്ട്. അപ്പോൾ അതും അതിന്റെ സെന്റൻസും എങ്ങനെയൊക്കെ വരും, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ മെയിനായിട്ടും അത് യൂസ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അതെല്ലാം കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാം WH വേർഡ്സ് വിത്ത് സെന്റൻസ് എങ്ങനെ വരുമെന്ന് നോക്കാം. WH വേർഡ്സ്, പിന്നെ യൂസ്/നോട്ട്സ് എക്സാമ്പിൾ, അതിന്റെ യൂസ് എങ്ങനെ വരുമെന്നും പിന്നെ അതിന്റെ എക്സാമ്പിൾ എങ്ങനെ വരുമെന്നും നമുക്ക് നോക്കാം. ആദ്യം വരുന്ന വേർഡാണ് ഹൂ, ആരാ എന്ന രീതിയിൽ. ആസ്ക് അബൌട്ട് എ പേഴ്സൺ, നമ്മൾ ഒരു പേഴ്സണിനെ പറ്റി ചോദിക്കും, ഹൂ ആരാ നമ്മൾ ചോദിക്കത്തില്ല, അതുപോലെ ഒരു പേഴ്സണിനെ പറ്റി നമ്മൾ ചോദിക്കുകയാണ്. ഹൂ ഈസ് യുവർ ടീച്ചർ, നിങ്ങളുടെ ടീച്ചർ ആരാണ്. ഹൂം, ഹൂം എന്ന് വെച്ചാൽ എന്താ പറയാ, ആരാ, ഹൂം. ആസ്ക് അബൌട്ട് ദി ഓബ്ജക്റ്റ്, ഫോർമലി ചോദിക്കുന്നത്, എന്തെങ്കിലും വസ്തുക്കളെ പറ്റി ചോദിക്കുന്നത്, ആരുടെ ആണ് എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഫോർമലായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ ഹൂം ഡിഡ് യു ഇൻവൈറ്റ് ടു ദ പാർട്ടി, നിങ്ങൾ ആരെയാണ് പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തത് എന്ന രീതിയിൽ നമ്മൾ ചോദിക്കുന്നതാണ്. പിന്നെ ഹൂസ്, ആസ്ക് അബൌട്ട് ഓണർഷിപ്പ് ഓർ പൊസിഷൻ, നമ്മൾ ഒരു പൊസിഷന്റെ അല്ലെങ്കിൽ ഓണർഷിപ്പ്, ഒരു അവകാശം, ആരുടെ ആ വസ്തു എന്ന രീതിയിൽ നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് വരുന്നത് ഹൂസ് ബാഗ് ഇസ് ദിസ്, ആരുടെ ബാഗാണ്. പിന്നെ വരുന്നത് വാട്ട്, വാട്ടിൽ ആസ്ക് അബൌട്ട് തിങ് ഓർ ആക്ഷനും, എന്തെങ്കിലും ആക്ഷനും തിങ്സും എന്നെ പറ്റി പറയുന്നതാണ്. അതിന്റെ വരുന്നത് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജക്ട്, നിന്റെ ഫേവറേറ്റ് സബ്ജക്ട് ഏതാണ് എന്ന രീതിയിൽ നമ്മൾ വാട്ട് വെച്ച് നമ്മൾ ചോദിക്കുന്നത് ഈ രീതിയാണ്. ഓക്കെ, ഇതാണ് വാട്ട് വെച്ച് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് വിച്ച് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചോദിക്കും. ആസ്ക് ടു ചൂസ് ഫ്രോം എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്ഷൻ, നമ്മളൊരു ചോയ്സ് വെക്കും, വിച്ച് ഇതിലേതാ നിങ്ങൾക്ക് വേണ്ട എന്നുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. വിച്ച്, എത്ര രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ വന്നിട്ട് വിച്ച് ഡ്രസ് ഡു യു ലൈക്ക്, ഏത് ഡ്രസ്സാണ് നിനക്ക് ഇഷ്ടം എന്ന രീതിയിൽ. വെൻ എന്ന് വെച്ചാൽ നമ്മൾ സമയം പറയുന്നതാണ്. ആസ്ക് യു അബൌട്ട് ടൈം, സമയത്തെ പറ്റി നമ്മൾ ചോദിക്കുന്നതാണ്. എന്ന് നോക്കും, വെൻ ഡസ് ദ ട്രെയിൻ അറൈവ്സ്, ട്രെയിൻ എപ്പോഴാണ് വരുന്നത്, അങ്ങനെ. പിന്നെ വേർ എന്ന് വെച്ചാൽ അതൊരു ലൊക്കേഷനാണ്, പ്ലേസോ അല്ലെങ്കിൽ ലൊക്കേഷനാണ്. ആസ്ക് അബൌട്ട് എ പ്ലേസ് ഓർ ലൊക്കേഷൻ, ആസ്ക് അബൌട്ട് എ പ്ലേസോ അല്ലെങ്കിൽ ലൊക്കേഷനോ ആണ് വേറെ വരുന്നത്. അത് വരുമ്പോൾ വേർ ഡു യു ലീവ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. പിന്നെ വൈ എന്ന് വെച്ചാൽ ആസ്ക് ഫോർ എ റീസൺ, ഒരു റീസൺ ചോദിക്കുകയാണ്, എന്താണ്. വൈയിൽ വരുമ്പോൾ വൈ ആർ യു ലാഫിങ്, നീ എന്താണ് ചിരിക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ ചോദിക്കും. നീ എന്താ ചിരിക്കുന്നത് നമ്മൾ ചോദിക്കത്തില്ല, അതാണ് വൈ വെച്ച് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഹൗ, ലാസ്റ്റില് ഹൗ ആണ്. ഹൗ എന്ന് വെച്ചാൽ ആസ്ക് അബൌട്ട് ദി മാനർ, മെത്തേഡ് ഓർ കണ്ടീഷൻ, ഒരു മാനറും ഓരോ മെത്തേഡും കണ്ടീഷൻസും ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിന്റെ സെന്റൻസ് വരുന്നത് ഹൗ ഡു യു മേക്ക് ടീ, എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ ചോദിക്കും. ഇനി കോമൺ വെച്ചിട്ട് ഹൗവും ക്വസ്റ്റ്യൻസും എങ്ങനെ വരും നോക്കാം. കോമണിൽ ഹൗ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഹൗ മെനി, ആസ്ക് അബൌട്ട് കൗണ്ടബിൾ നമ്പർ ആണ്. ഹൗ മെനി എന്ന് വെച്ചാൽ നമ്മൾ ഹൗ മെനിക്ക് നമ്മൾ എന്താ ചോദിക്കുന്നത്, ആസ്ക് അബൌട്ട് ദി കൗണ്ടബിൾ നമ്പർ. ഹൗ മെനി നമ്പേഴ്സ് അത്, ഹൗ മെനി ചോക്ലേറ്റ് അതെ, നമ്മൾ എണ്ണത്തിൽ ചോദിക്കുന്ന രീതിയിലാണ് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ, ഹൗ മെനി ബുക്സ് ഡു യു ഹാവ്, നിന്റെ കയ്യിൽ എത്ര പുസ്തകമുണ്ട്. പിന്നെ ഹൗ മച്ച് എന്ന് വെച്ചാൽ ആസ്ക് അബൌട്ട് അൺകൗണ്ടബിൾ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രൈസ്, നമ്മൾ പ്രൈസ് പറ്റിയ ഹൗ മച്ച്, ക്വാണ്ടിറ്റീസ് എത്ര ക്വാണ്ടിറ്റി ആണ്, അതിന് ഹൗ മച്ച് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ, ഹൗ മച്ച് മിൽക്ക് ഡു യു ഹാവ്, നിന്റെ കയ്യിൽ എത്ര, ഹൗ മച്ച് മിൽക്ക് ഡു യു നീഡ്, നിനക്ക് എത്ര പാലാണ് ആവശ്യമായിട്ട് വേണ്ടത്. ഇതിൽ നമ്മൾ ക്വാണ്ടിറ്റിയും അല്ലെങ്കിൽ പ്രൈസും ചോദിക്കുന്നതാണ് നമ്മൾ ഹൗ മച്ച് എന്ന് ചോദിക്കുന്നത്. ഇനി അടുത്തത് ഹൗ ലോങ്, എത്ര ദൂരം, ഹൗ ലോങ്. ആസ്ക് അബൌട്ട് ഡ്യൂറേഷൻ ഓൺ ലെൻ, നമ്മളൊരു ഡ്യൂറേഷൻ ഓൺ ലെൻ, എത്ര നീളമുണ്ട് എന്ന രീതി ചോദിക്കുന്നതാണ്. പിന്നെ എക്സാമ്പിൾ വരുന്നത് ഹൗ ലോങ് ഈസ് ദ മൂവി, ഈ മൂവി എത്ര നേരം കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൂവിയെ പറ്റി പറയുമ്പോൾ ആ മൂവി എത്ര മണിക്കൂറാണ് ഉള്ളത് എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെ. പിന്നെ ഹൗ ഫാർ എന്ന് വെച്ചാൽ എത്ര ദൂരമുണ്ട്. ആസ്ക് അബൌട്ട് ദി ഡിസ്റ്റൻസിനെ പറ്റി നമ്മൾ ചോദിക്കുന്നതാണ്. എക്സാമ്പിൾ വരുമ്പോൾ
ഹൗ ഫാർ ഈസ് എ സ്കൂൾ ഫ്രം യുവർ ഹോം? നിന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന രീതിയിൽ നമ്മൾ ചോദിക്കാനാണ്. പിന്നെ വരുന്നത് ഹൗ ഓഫ്റ്റൺ. ഹൗ ഓഫ്റ്റൺ ഡു യു ഹൗ ഓഫ്റ്റൺ ഡു യു എക്സസൈസ്? നീ എപ്പോഴൊക്കെയാണ് നീ എക്സസൈസ് ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഹൗ ഓഫ്റ്റൺ. പിന്നെ എക്സാമ്പിൾ വരുന്നത്. പിന്നെ അടുത്തത് ഹൗ ഓൾഡ്, നമ്മുടെ ഏജിനെ പറ്റി ചോദിക്കുന്നത്. ആസ്ക് അബൌട്ട് യുവർ ഏജ്, ഏജിനെ പറ്റി ചോദിക്കുന്നതാണ്. അതിന്റെ എക്സാമ്പിൾ വരുമ്പോൾ ഹൗ ഓൾഡ് ഈസ് യുവർ സിസ്റ്റർ? നിന്റെ സിസ്റ്റർ എത്ര വയസ്സുണ്ട്? ഓക്കെ, എത്ര പ്രായമുണ്ട് എന്ന രീതിയിൽ ഓൾഡ് എത്ര വയസ്സാണുള്ളത്. ഇനി അടുത്തത് ഷോർട്ട് നോട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഷോർട്ട് നോട്ടിൽ നമ്മൾ ഹൂ വെച്ചിട്ട് എന്താണ് എക്സാക്ട്ലി നമ്മൾ ആരെയാണ് പറയുന്നതെന്നുള്ള ഷോർട്ടായിട്ട് നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ഷോർട്ടിൽ ആദ്യം വരുന്നത് ഹൂ ആണ്. ഹൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാ ചോദിക്കുന്നത്? ഒരു പേഴ്സണെയാണ് ചോദിക്കുക, ഒരു വ്യക്തിനെ നമ്മൾ ചോദിക്കും. ഹൂം എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സൺ റിസീവിങ് ദി ആക്ഷൻ. ഒരു ഹൂം എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ ഹൂം എന്ന രീതി ചോദിക്കുന്നത്. ഒരു റിസീവർ ചോദിക്കും. ഒരു VIP നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്ക് ആരാണ് VIP എന്ന രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ഇതാണ്. അതൊരു ഫോർമലി നമ്മൾ ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഹൂസ് എന്ന് വെച്ചാൽ അതിന്റെ ഓണർഷിപ്പ്, ആരാണ് അതിന്റെ അവകാശി. വാട്ട് എന്ന് വെച്ചാൽ തിങ്സ് ഓർ ഐഡിയ, എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും വസ്തുക്കളെ പറ്റി പറയും. പിന്നെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ വാട്ട് ഐഡിയ എന്ന രീതി, വാട്ട് ആൻ ഐഡിയ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ രീതിയിലൊക്കെ ചോദിക്കുന്നതാണ് വാട്ട്. വിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ചോയ്സ് ആണ്. വിച്ച് ഡു യു പ്രിഫർ, ദിസ് ഓർ ദാറ്റ് എന്ന രീതി വരുന്ന പോലെ. വെൻ എന്ന് വെച്ചാൽ സമയം, ടൈം, അതായത് ഈ സമയത്താണോ എന്നുള്ള ഈ ടൈം. പിന്നെ വേർ എന്ന് വെച്ചാൽ എന്താ, പ്ലേസ് ആണ് വരുന്നത്. പിന്നെ ബൈ റീസൺ വരും. ഓക്കെ, എന്ത് റീസൺ ആണ് ബൈ വരുന്നത്. പിന്നെ ഹൗ എന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് മെത്തേഡ്, മാനർ, മെത്തേഡ്, മാനർ ഓർ കണ്ടീഷൻ ആണ് വരുന്നത് ഹൗ. ഓക്കെ, മെത്തേഡ് വരും. ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹൗ ഇപ്പൊ നമ്മൾ ചോദിക്കത്തില്ലേ ഹൗ ദിസ് മെത്തേഡ് വർക്ക്സ് എന്നൊക്കെ, അപ്പൊ ആ ഒരു മെത്തേഡ്. പിന്നെ മാനർ, എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് ഹൗ ഈസ് ദ കണ്ടീഷൻ എന്ന രീതിയിൽ. ഓക്കെ, ഇനി അടുത്തത് ദീസ് ആർ കോൾഡ് ഇൻട്രോഗ്രേറ്റീവ്. ഇതിനെയൊക്കെ നമ്മൾ ഇൻട്രോഗ്രേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. വേർഡ്സ് ബിക്കോസ് ദേ ആർ യൂസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. വേർഡ്സ് എന്ന് വെച്ചാൽ നമുക്കൊരു ക്വസ്റ്റ്യൻസ് രീതിയിൽ ചോദിക്കാൻ പറ്റുന്നതാണ് ഈ WH വെച്ചിട്ട് വരുന്ന വേർഡ്സ്. നമ്മൾ എല്ലാവരും സ്കൂളിൽ നമ്മൾ കുട്ടികളൊക്കെ പഠിക്കുന്നത് കണ്ടില്ല, ബുക്കിൽ WH വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പം അതെന്തുകൊണ്ടാ അത് അങ്ങനെയാണ് വരുന്നത്, ആ വേർഡ്സ് അങ്ങനെയാണ് ഫോം ചെയ്ത് വരുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഈ ഒരു ക്ലാസ് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്കിത് മനസ്സിലായി എന്നാ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ട്, അതായത് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അത് ഞാൻ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് തരാവുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് നോക്കാം, അതെങ്ങനെ വരുമെന്ന്. ഓക്കെ, ഓക്കെ, ഇത് കഴിഞ്ഞ ക്ലാസ്സിന്റെ പ്രാക്ടിക്കൽ എക്സസൈസ് ആണ്. എക്സസൈസ് എന്ന് വെച്ചാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയുക? ഐ ഡാഷ് ഹാപ്പി, ഐ ആം ഹാപ്പി. ഷീ ഈസ് ആൻഷ്യൂർ, ദേ ആർ ഫ്രണ്ട്. ഹി ഈസ് സിക്ക് yesterday, he was sick yesterday. We were at school yesterday. ഈ രീതിയിലാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്ക് നെഗറ്റീവ് സെന്റൻസ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. സോ അതിന്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ ഷീ ഈസ് ഹംഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഷീ ഈസ് നോട്ട് ഹംഗ്രി, അവള് ഹംഗ്രി അല്ല. പിന്നെ ഷീ ഈസന്റ് ഇറ്റ് ഹംഗ്രി, അവൾ ഹംഗ്രി, വിശപ്പുണ്ടോ അവൾക്ക് എന്ന രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചോദിക്കും ദേ വേ ലേറ്റ്. അപ്പൊ നമ്മൾ വരുന്നത് ദേ വേ നോട്ട് ലേറ്റ്, അവര് ലേറ്റ് അല്ലായിരുന്നു. ദേ വേറൻ ലേറ്റ്, അവര് ലേറ്റ് അല്ലായിരുന്നു എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇസ് 3 ആണ്. നോക്കാം, മേക്ക് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിന്റെ വരുന്നത് ഹീസ് എ ഡോക്ടർ. അപ്പം ഈ സി എ ഡോക്ടർ, നമ്മൾ ക്വസ്റ്റ്യൻ രീതി ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കും, ഈ സി എ ഡോക്ടർ ആണോ, ഡോക്ടർ ആണോ. ദേ വേർ അറ്റ് ഹോം, വേർ ദേ അറ്റ് ഹോം, അങ്ങനെ രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എത്ര പേർക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. സോ അപ്പൊ അത്രേ ഉള്ളൂ. സോ അപ്പൊ നമുക്കൊരു അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും കൂടെ ചോദിച്ചോളൂ. അതിന് റിപ്ലൈയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമറിന്റെ എന്തെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. ക്ലാസ്സിൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് എല്ലാവർക്കും. സി യു.